കട്ട് ചെയ്ത് ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അതാണ് നമ്മുടെ ഡിസൈനിൽ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. നമ്മളെടുത്ത് ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒന്നും കട്ട് ചെയ്യാൻ അവർ നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല. നല്ല രീതിയിലുള്ള വെളിച്ചം അതിലേക്ക് വരണം, അതേപോലെ തന്നെ നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസസ് ആയിരിക്കണം. ഇവിടെ ഓൾറെഡി ഫ്ലോറിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതും നല്ല രീതിയിൽ മാർബിളാണ് അവർ കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ വർക്ക് ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും കംപ്ലീറ്റഡ് ആണ്. അതേപോലെ തന്നെ വീടിൻ്റെ മുകളിൽ പുട്ടി ഫിനിഷിങ്ങും കഴിഞ്ഞതാണ്. ഈ ഒരു ഏരിയ എത്തിയതിനു ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് അവരൊരു എൻക്വയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത ഡിസൈൻസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ റൂമിൽ ഓൾമോസ്റ്റ് ബെഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വാൾഡ്രോബ്സ് വെക്കാൻ രണ്ട് സൈഡിലും വെന്റിലേഷൻസ് ഓൾറെഡി അവർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഈ ഒരു റാക്കിംഗ് സിസ്റ്റം ഓൾമോസ്റ്റ് ഒരു 10 വർഷം മുമ്പുള്ള എല്ലാ വീടുകൾക്കും കൊടുക്കുന്ന ഒരു മോഡലാണ് റാക്കിംഗ്. ആ റാക്കിംഗ് സിസ്റ്റം നമുക്കൊന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്തു. ആ അക്സെപ്റ്റിൽ അവരുടെ ഫ്ലോറിങ്ങിനോ വേറെ ഒന്നിനും ബാധിക്കുന്നില്ല. അപ്പോൾ ഒരു ഡബിൾ ഡോർ ആയിട്ട് ഫുൾ ഹൈറ്റിലായിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു മോഡേൺ വാൾഡ്രോബ്സ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തു. ഇതാണ് നമ്മൾ ഈ ഒരു റൂമിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഏരിയയാണ് നമുക്ക് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 7 മീറ്റേഴ്സ് മാത്രമാണ് ലിവിങ് പ്ലസ് ഡൈനിങ്ങിനായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പാർട്ടീഷൻസ് ക്ലയൻറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പാർട്ടീഷൻ മസ്റ്റാണ്, അതിലൊരു TV പോയിന്റ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി TVക്കുള്ളൊരു പോയിന്റ് അവർ ഇവിടെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. വെളിച്ചം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് ഈ പാർട്ടീഷൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഒരു ഓപ്പൺ ലിവിങ് ആൻഡ് ഡൈനിങ് കിച്ചൺ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മളിതിനെ ഡെവലപ്പ് ചെയ്തു. അത് ലിവിങ് പ്ലസ് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡൈനിങ് കൊടുത്തു. പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റെയർ ഏരിയയും പ്ലസ് കിച്ചണുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. കിച്ചൺ സ്പേസ് ആണ് ഉണ്ടാവുക, പ്ലസ് വർക്ക് ഏരിയ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇവിടെയും അവർ ഒരുപാട് ഇലക്ട്രിക്കൽ ഏരിയാസുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ കുട്ടിയോ അതേപോലെ തന്നെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ചെറിയ ചേഞ്ചസുകൾ നമ്മൾ ഇലക്ട്രിക്കലിൽ കൊണ്ടുവന്ന്, അതേപോലെ തന്നെ ഈ വാളിനെ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഒന്ന് കട്ട് ചെയ്ത് ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അതാണ് നമ്മുടെ ഡിസൈനിൽ നിങ്ങൾ കാണുന്നത്. ഓപ്പൺ കിച്ചൺ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു. ഇത് കംപ്ലീറ്റ് ഒരു ഓപ്പൺ കിച്ചൺ പ്ലസ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തു, ഈ വാളിനെ കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് ആണ് നമ്മൾ ചെയ്തത്. എനിവേ, താങ്ക് യു.